10 ലക്ഷം രൂപയോ അതിൽ കുറവോ ഒരു വർഷത്തിൽ ശമ്പളം വാങ്ങുന്നൊരു വ്യക്തി 1 രൂപ പോലും ടാക്സ് കൊടുക്കാതിരിക്കാൻ അദ്ദേഹത്തിന് പറ്റാവുന്ന മാക്സിമം ഇൻകം ടാക്സ് സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം ചെയ്ത് ഹൗസിംഗ് ലോൺ എടുത്ത് EMI അടച്ച് ഇൻട്രസ്റ്റുകളും മറ്റും പേ ചെയ്ത് ക്യാഷ് ക്രഞ്ച് അനുഭവിച്ച് ഓരോ മാസവും മുന്നോട്ട് പോകണോ, അതോ ഇതേ 10 ലക്ഷം രൂപയോ അതിൽ കുറവോ ഒരു വർഷം ശമ്പളം വാങ്ങുന്നൊരു വ്യക്തി യാതൊരു ടാക്സ് സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാതെ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം ഓരോ മാസവും ടാക്സായി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കയ്യിൽ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന എമൗണ്ട് കൂട്ടി ജീവിക്കണമോ, ജീവിതം ആസ്വദിച്ച് ജീവിക്കണമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോയുടെ പ്രത്യേകത ഇതിൻ്റെ അവസാന ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഇതിലൊരു ഡിസിഷൻ നിങ്ങളുടെ സാഹചര്യം വെച്ച്, നിങ്ങളുടെ സാഹചര്യവും നിങ്ങളുടെ ജീവിതാനുഭവങ്ങളും നിങ്ങൾക്ക് എത്രത്തോളം സ്വത്തും സമ്പത്തും ഉണ്ട്, ഭാവിയിലേക്കുള്ള നിങ്ങളുടെ കരുതൽ എങ്ങനെയാണ് എന്നുള്ളതിന്, നിങ്ങളുടെ റിസ്ക് ടേക്കിംഗ് ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നുള്ളതിനെ എല്ലാം ആശ്രയിച്ചിരിക്കും ഈ ഡിസിഷൻ എന്താണ് എടുക്കേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ടാക്സ് എക്സ്പേർട്ടിനും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനും ഇതിലൊരു ഡിസിഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഇന്നത്തെ വീഡിയോ സ്പെസിഫിക്കലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ ടിപ്പ്, ഓൾഡ് റെജീം ഓർ ന്യൂ റെജീം എടുക്കണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതിന് നമ്മൾ സെറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ ഒരു 10 ലാക്ക് അല്ലെങ്കിൽ അതിൽ കുറവ് സാലറി അല്ലെങ്കിൽ വരുമാനം വാങ്ങുന്ന ആൾക്കാരെയാണ്. അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അതുകൊണ്ടാണ് ആ ഒരു കേസിന് നമ്മളിവിടെ എക്സാമ്പിളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ 1-2 എക്സാമ്പിളുകളിലൂടെ ഞാനിതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും വളരെ വ്യക്തമായി പറഞ്ഞുതരാം. ഇവിടെ നോക്കൂ, ഒരു വ്യക്തി എ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ സാലറി 10 ലക്ഷം രൂപയാണെന്ന് ഇരിക്കട്ടെ. ഈ 10 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാള് അദ്ദേഹത്തിന്റെ നെറ്റ് ഇൻകം, അദ്ദേഹത്തിന് കയ്യിൽ കിട്ടുന്ന ഇൻകം CTC ആയിരിക്കും 10 ലക്ഷം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നെറ്റായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുന്ന ഇൻകം 8,50,000 ആയിരിക്കും. അതായത് ഒരു 1,50,000 റുപ്പീസ് അദ്ദേഹത്തിന്റെ കമ്പനി തന്നെ കട്ട് ചെയ്ത് ബാക്കി 8,50,000 റുപ്പീസ് ആയിരിക്കും അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുന്നത്. ഈ 1,50,000 ഒരു പക്ഷേ അപ്രൈസൽ ബോണസുകളോ മറ്റു ബോണസുകളോ ഉണ്ടാവാം. അദ്ദേഹത്തിന്റെ ഗ്രാറ്റുവിറ്റി 5 വർഷത്തിൽ കൂടുതൽ അദ്ദേഹം അവിടെ നിന്നാൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഗ്രാറ്റുവിറ്റി എമൗണ്ട് ഉണ്ടാവാം. ചെറിയൊരു എമൗണ്ട് PFO ESIO കാര്യങ്ങളോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടാവാം. അതല്ലാതെ ടാക്സ് ഇല്ല എന്ന് നമുക്ക് ഇതിൽ അനുമാനിക്കാം. കാരണം അദ്ദേഹം ചൂസ് ചെയ്തിരിക്കുന്നത് ഓൾഡ് റെജീം ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ അദ്ദേഹം ടാക്സ് ഒന്നും പേ ചെയ്യുന്നില്ല. സോ ഈ 1,50,000 ടാക്സ് അല്ലാതെ മറ്റു കട്ടിങ്ങുകളൊക്കെ കഴിഞ്ഞ് ബാക്കി 8,50,000 അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. അതായത് ഒരു മാസം 70,833 റുപ്പീസ് ഒരു മാസം അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് വിചാരിച്ചോളൂ. ഓക്കെ, ഈ ഇതിൽ നിന്ന് അദ്ദേഹം ഒരു 1,50,000 റുപ്പീസ് ATCയിൽ ടാക്സ് സേവിങ് ഇൻവെസ്റ്റ്മെന്റുകളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആൻഡ് 2 lakh റുപ്പീസ് അദ്ദേഹം ഹൗസിംഗ് ലോണിന് ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യുന്നു. ആൻഡ് ഒരു 50,000 റുപ്പീസ് മെഡിക്ലെയിമുകളായിട്ടും സീനിയേഴ്സിനുള്ള മെഡിക്കൽ എക്സ്പെൻഡിച്ചറുകളായിട്ടും, അദ്ദേഹത്തിന്റെ പാരൻസ് സീനിയേഴ്സ് ആണെങ്കിൽ സീനിയേഴ്സിനുള്ള മെഡിക്ലെയിമുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ സീനിയർ മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെഡിക്ലെയിമുകളും മെഡിക്കൽ എക്സ്പെൻഡിച്ചറുകളും കൊടുത്താൽ ഒരു 50,000 രൂപ അതിലൊരു ഡിഡക്ഷൻ ആയിട്ട് അദ്ദേഹം കിട്ടുന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് NPSൽ 80CCDയിൽ എഗെയിൻ ഒരു 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 4,50,000 റുപ്പീസ് എന്നുള്ള 4,50,000 റുപ്പീസ് എന്നുള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. സോ 10 ലാക്ക് ഉള്ള ടോട്ടൽ അദ്ദേഹത്തിന്റെ സാലറിയിൽ നിന്നും 4,50,000 ആണ് അദ്ദേഹം മൊത്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്. ഇനി ഒരു 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടെ ഇൻകം ടാക്സിലെ ഓൾഡ് സ്കീമിലെ 24-25 ഫിനാൻഷ്യൽ ഇയറിൽ ഒരു 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടെ അദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞാൽ 10 ലാക്കിൽ നിന്നും 4,50,000 പ്ലസ് 50,000 കുറച്ചാൽ ബാക്കി 5 ലാക്ക് റുപ്പീസ് ആണ് അദ്ദേഹത്തിന്റെ നെറ്റ് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ഓൾഡ് റെജീമിൽ 5 ലാക്ക് ഇൻകത്തിൽ കുറവ് അല്ലെങ്കിൽ 5 ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ടാക്സ് ഒന്നും കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ടാക്സ് പേയബിൾ എമൗണ്ട് 0 ആയിരിക്കും. അദ്ദേഹം 1 രൂപ പോലും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ വ്യക്തി 1 രൂപ പോലും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് ഇനി ഒന്ന് പരിശോധിക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് പരിശോധിക്കുന്ന സമയത്ത് നോക്കിക്കോളൂ, അദ്ദേഹത്തിന് ടോട്ടലി ഒരു വർഷം കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 8,50,000 റുപ്പീസ് ആണ് അദ്ദേഹത്തിന് ടോട്ടലി ഒരു വർഷം കയ്യിൽ കിട്ടുന്ന എമൗണ്ട്.
ഇതിൽ 4,50,000 രൂപയും 4,50,000 റുപ്പീസും അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റായി ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ EMI ആയി, ഹൗസിംഗ് ലോണിന് ഇൻട്രസ്റ്റ് ആയി, മറ്റു കാര്യങ്ങൾക്കായി അദ്ദേഹം വിനിയോഗിക്കുന്നു ടാക്സ് സേവിങ്ങിന് വേണ്ടി. സോ 8,50,000 നിന്ന് 4,50,000 പോയാൽ ബാക്കി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള എമൗണ്ട് വെറും 4 lakh rupees മാത്രമാണ്. ഇൻ അതർ വേർഡ്സ് മന്ത്ലി ഒരു 33,000 റുപ്പീസ് അദ്ദേഹത്തിന്റെ കയ്യിൽ മാസ ചെലവുകൾക്കായി ഉണ്ടാവും, ഈ ചെലവുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം. ഇനി പക്ഷേ ഇദ്ദേഹം 1 രൂപ പോലും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ 33,000 രൂപയിൽ നിന്ന് വേണം അദ്ദേഹത്തിന്റെ വീട്ടു ചെലവുണ്ടെങ്കിൽ വീട്ടു ചെലവ്, ബാക്കി ചെറിയ മെഡിക്കൽ എക്സ്പെൻസുകളോ കാര്യങ്ങളോ, ഇലക്ട്രിസിറ്റി ബില്ലോ കാര്യങ്ങളോ, ഇനി ഹൗസിംഗ് ലോൺ അല്ലാതെ കാർ ലോണുകളോ പേഴ്സണൽ ലോണുകളോ, മറ്റെന്തെങ്കിലും സ്കൂട്ടറുകൾക്കോ മറ്റോ എടുത്തിട്ടുള്ള ബൈക്കിനോ എടുത്തിട്ടുള്ള EMIകളോ, മക്കളുടെ ട്യൂഷൻ ഫീസ്, അതായത് നമുക്ക് ഈ ഡിഡക്ഷൻ കിട്ടാതെ വേറെ എന്തെങ്കിലും ഒരു ചെറിയ ഭാരിച്ച ഒരു ഡൊണേഷനോ മറ്റു കാര്യങ്ങളോ ട്യൂഷൻ ഫീസോ കൊടുക്കേണ്ടി വന്നാൽ ആ ട്യൂഷൻ ഫീസ്, ഇങ്ങനെ എല്ലാത്തിനും വേണ്ട. ആർക്കെങ്കിലും എന്തെങ്കിലും കല്യാണത്തിനോ മറ്റു ഫാമിലികളുടെ ഉള്ളിലോ എന്തെങ്കിലും ഗിഫ്റ്റോ എന്ത് കാര്യം കൊടുക്കണമെന്നുണ്ടെങ്കിലും, അപ്രതീക്ഷിതമായി വന്ന എന്ത് ചെലവ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഈ 33,000 റുപ്പീസിൽ നിന്ന് മാത്രം ചെയ്യേണ്ടതായിട്ട് വരാം. പക്ഷേ ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഓൾഡ് റെജീമിൽ ഒരു കേസ്. ഇനി ന്യൂ റെജീം എടുത്ത് ടാക്സ് കൊടുത്തുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാഷ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ മോണിറ്ററി മാനേജ്മെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതേ എക്സാമ്പിൾ 10 ലക്ഷം രൂപ CTC ഉള്ള ഒരു വ്യക്തി 1,50,000 രൂപ CTC കോസ്റ്റ് ടു കമ്പനി, മൊത്തം കമ്പനിക്കുള്ള ചെലവ് അതാണ്. പക്ഷെ കമ്പനി മാസം അതിൽ നിന്നൊരു കട്ടിങ് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോണസിനോ അപ്രൈസൽ ബോണസുകൾക്കോ ഭാവിയിൽ തരാൻ പോകുന്ന ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടിയിട്ടോ PFO ESIക്കോ ഒക്കെ വേണ്ടി കട്ട് ചെയ്യുന്ന ഒരു 1,50,000 കൂടെ കഴിഞ്ഞ് ബാക്കി 8,50,000 നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 70,833 പെർ മന്ത്, അതേപോലെ 70,833 പെർ മന്ത് ഇദ്ദേഹത്തിനും കിട്ടുന്നു എന്ന് വിചാരിക്കട്ടെ. ഇദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് 1 രൂപ പോലും അദ്ദേഹം ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റുകൾ ഒന്നും നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് നെല്ലാണ്. 75,000 റുപ്പീസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയി കിട്ടുന്നു. അദ്ദേഹം ഒരു ഇൻവെസ്റ്റ്മെന്റും ചെയ്യാതെ 75,000 റുപ്പീസ് 24-25 ഫിനാൻഷ്യൽ ഇയറിന് ന്യൂ റെജീമിന് 75,000 ആയി ഉയർത്തിയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സോ 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ നെറ്റ് സാലറി ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 10 ലക്ഷത്തിൽ നിന്നും 75,000 പോയി ബാക്കി 9,25,000 റുപ്പീസ് ആണ് അദ്ദേഹത്തിന്റെ നെറ്റ് സാലറി അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ഈ 9,25,000 ടാക്സബിൾ ഇൻകത്തിന് അദ്ദേഹം സെസ്സും കൂടെ ചേർത്ത് അദ്ദേഹം കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 44,200 റുപ്പീസ് ആണ്. അതായത് ഒരു മാസം 3,700 രൂപ, 3,683.33 രൂപ അല്ലെങ്കിൽ 3,700 രൂപയാണ് അദ്ദേഹം ഒരു മാസം ടാക്സ് ആയി കൊടുക്കേണ്ട എമൗണ്ട്. ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റും ചെയ്യാതെ അദ്ദേഹം ടാക്സ് ആയി 3,700 രൂപ കൊടുത്താൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട്, ഓരോ മാസവും കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 70,833 റുപ്പീസ് അദ്ദേഹത്തിന് മൊത്തം കയ്യിൽ എമൗണ്ട് ഉണ്ടാവും. ഇതിൽ നിന്ന് ഒരു 3,700 രൂപ ടാക്സും കൂടെ പോയി കഴിഞ്ഞാൽ ബാക്കി ഏകദേശം ഒരു 66,000 റുപ്പീസ്, 66K റുപ്പീസ്, 1,000 റുപ്പീസ് അദ്ദേഹത്തിന് ഓരോ മാസവും സ്പെൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാവും എന്ന് ചുരുക്കം. ഇതിന് അദ്ദേഹത്തിന്റെ ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റുകൾ തന്നെ ചെയ്യണമെന്നില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഷെയർ ഇൻവെസ്റ്റ്മെന്റുകളോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകളോ ഓർ ഈവൻ എന്തിന് അദ്ദേഹത്തിന് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ ലോണിനെടുത്ത് ആ ലോണിന് EMI ആയി അടച്ച് ആ കൊമേഴ്ഷ്യൽ ബിൽഡിംഗിൽ ഒരു വരുമാനം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലോട്ടുകൾ വാങ്ങിയിടുകയോ അങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹത്തിന് സ്പെൻഡ് ചെയ്യാമെന്ന് ചുരുക്കം. ഓക്കെ, പക്ഷെ മുകളിൽ പറഞ്ഞ എക്സാമ്പിളും താഴെ പറഞ്ഞ എക്സാമ്പിളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ജീവിതം ഓൾറെഡി ചിട്ടപ്പെട്ട് അദ്ദേഹം സാമ്പത്തിക സുരക്ഷയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട്. ഭാര്യയുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇൻവെസ്റ്റ്മെന്റുകൾക്കും ഭാവിയിലുള്ള സേഫ് ആയിട്ടുള്ള ഡെപ്പോസിറ്റുകൾക്കും വേണ്ടി ഞങ്ങൾ സ്വരൂപിച്ച് വെക്കുന്നു. ഭർത്താവിന്റെ വരുമാനം ഞങ്ങൾക്ക് കൂടുതൽ മണി ഇൻഫ്ലോ വേണം, ഞങ്ങൾക്ക് ചെലവാക്കാൻ പൈസ വേണം, ഇന്നത്തെ ജീവിതം ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചിന്തിക്കുന്ന ഒരു ഭാര്യ ഭർത്താവാണ്. ഭർത്താവിന്റെ ശമ്പളം 70,000 രൂപ കയ്യിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇങ്ങനെ ന്യൂ റിജീം എടുത്ത് ചെറിയൊരു എമൗണ്ട് ടാക്സ് കൊടുത്താലും അവർക്ക് ഇന്നത്തെ ജീവിതം അനുഭവിക്കാൻ നോക്കാം. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഫോക്കസ് ചെയ്യൂ. അത് നല്ലതാവണോ, ഇന്ന് നല്ലതാവണോ, നാളെ നല്ലതാവണോ, നിങ്ങളുടെ ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റി എന്ത് എന്നുള്ളത് അറിഞ്ഞ് ഗവൺമെന്റിന് ടാക്സ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി.
അല്ലാതെ ടാക്സേ കൊടുക്കാതെ എനിക്ക് ജീവിക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷം, ഭാവിയിലേക്കുള്ള ആൾക്കാർ പോലും ടാക്സ് കൊടുക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ പലതവണ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യം, ഇന്നത്തെ ജീവിതം ടാക്സ് കൊടുക്കാതിരിക്കുന്നതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കളയണ്ട എന്നുള്ളൊരു ടിപ്പ് നിങ്ങൾക്ക് തരണമെന്ന് തോന്നി. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്.